വ്യാജ പോക്സോ കേസിൽ കുടുക്കി പണം തട്ടാൻ ശ്രമിച്ചു എന്നൊരു വാർത്തയാണുള്ളത്. അതിനെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. കാഞ്ഞങ്ങാട് സ്വദേശിയായ പ്രവാസിയുടെ പരാതിയിൽ ഹോസ്ദുർഗ് സിഐക്കെതിരെ ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഹോസ്ദുർഗ് സിഐ KP ഷൈൻ കേസ് ഒത്തുതീർപ്പാക്കണം എന്ന് പറയുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നു. ഇല്ല സാർ, സംസാരിച്ചോണ്ടുണ്ട് സാർ. ശരി, അങ്ങനെ നമ്മൾ പിന്നെ വക്കീലെടുത്ത് പോയി സംസാരിച്ചു. അവര് 15 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. രണ്ടാമത് വക്കീൽ പറഞ്ഞിട്ട് പിന്നെ അവര് പറഞ്ഞു 12 പറഞ്ഞു. ഇപ്പൊ 10ലേക്ക് വക്കീൽ പറഞ്ഞു 10. ഞാൻ പറഞ്ഞു എന്തെങ്കിലും കൊടുക്കാന്നല്ലാണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് ഒന്നും ചെയ്തിട്ടാന്നുള്ളത് വക്കീലിന് മനസ്സിലായി. അവൻ സമ്മതിച്ചും ചെയ്തു നോക്കില്. ഇത്രയെല്ലാം ചോദിക്കുന്നത് അതിന് അവരെങ്ങനെ നിൽക്കുന്നില്ല. അവര് അങ്ങനല്ല, വക്കീൽ പറഞ്ഞു വെച്ചാൽ അവര് 12 കുറച്ചിട്ട് നിൽക്കുന്നില്ല എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു എമൗണ്ട് അല്ലേ സാറേ? ചെറിയൊരു എമൗണ്ടാണ് നമുക്ക് അങ്ങനെ കൊടുത്തു. സാരംഗ് ചേരുന്നുണ്ട് നമ്മോടൊപ്പം. സാരംഗ്, ഇതെങ്ങനെയാണ് പണം തട്ടാൻ ശ്രമിച്ചത്? ഇപ്പോ ഈ കേസിന്റെ നിലവിലത്തെ ഒരു അവസ്ഥ എന്താണ്? മോത്തി, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു സംഭവത്തിന് ആസ്പദമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. കാസർഗോഡ് ഹോസ്ദുർഗ് സ്വദേശിയായ പ്രവാസി മലയാളി വിവാഹം ചെയ്യുന്നതിനായി കാസർഗോഡ് വിദ്യാനഗർ സ്വദേശിയായിട്ടുള്ള പെൺകുട്ടിയെ വീട്ടിൽ പോയി കാണുകയും പെണ്ണ് കാണുകയും അതിനെ തുടർന്ന് പിന്നീട് കല്യാണ നിശ്ചയത്തിലേക്ക് നീങ്ങുകയും ചെയ്ത സമയത്താണ് ഔദ്യോഗിക രേഖകളിൽ ചില സംശയം വന്നതിനെ തുടർന്ന് യുവാവിന്റെ ബന്ധുക്കളും ചേർന്ന് പരിശോധന നടത്തുകയും ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള നിർണായക രേഖ പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത്. പിന്നീട് പെൺകുട്ടിയുടെ ബന്ധുക്കൾ ചേർന്ന് ആ കുട്ടി കർണാടകയിലാണ് പഠിച്ചത്, കൃത്യമായിട്ടുള്ള രേഖകൾ കർണാടകയിലെ സ്കൂളിൽ നിന്ന് കണ്ടെത്തി തരാമെന്നുള്ള വിവരങ്ങൾ കൊടുക്കുകയും അതിന് ശേഷം പിന്നീട് അതിൽ തൃപ്തി വരാത്ത യുവാവിന്റെ കുടുംബം ആ വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയുമാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം മറ്റൊരു വിവാഹത്തിന് തയ്യാറായിട്ടുള്ള യുവാവിനെ ഈ പെൺകുട്ടിയുമായി ഇത്തരത്തിൽ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുക കൂടി ആ യുവാവ് ചെയ്തു എന്നുള്ള തരത്തിൽ ഒരു പരാതി ഉന്നയിക്കുകയും പല സ്ഥലങ്ങളിലുമായി കൊണ്ടുപോയി ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ള തരത്തിലുള്ള ഒരു വാദം ഉയർത്തുകയും അതിനെതിരെ കേസ് കൊടുക്കുകയും ചെയ്യും എന്നുള്ളൊരു ഒരു വാദമാണ് ആ പെൺകുട്ടിയുടെ കുടുംബക്കാർ ഉയർത്തിയിരുന്നത്. അതിനുശേഷം ആ യുവാവിന്റെ ആ പെൺകുട്ടിയുടെ വീട് നിൽക്കുന്ന പരിധിയിൽ നിന്ന് വ്യത്യസ്തമായി കാസർഗോഡ് ഹോസ്ദുർഗ് സ്റ്റേഷനിലാണ് അവർ ആ പരാതി രജിസ്റ്റർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്. മാത്രമല്ല, പരാതി രജിസ്റ്റർ ചെയ്യുകയല്ല ചെയ്തത്. പരാതി ഉന്നയിച്ച് ഈ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ച് അതിനുശേഷം നിങ്ങൾക്കൊരു സെറ്റിൽമെന്റിനുള്ള ഒരു അവസരം തരാം, അതിനുശേഷം മാത്രമേ പരാതി മുന്നോട്ടേക്ക് കൊണ്ടുപോകുള്ളൂ. ഒരു 15 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരാതിയുമായി മുന്നോട്ടേക്ക് പോകുന്നത് തടയാൻ കഴിയും എന്നും ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും ചേർന്ന് പറയുകയുണ്ടായി. അതിനുശേഷമാണ് പിന്നീട് ഈ യുവാവ് അതിന് തക്കതായ രീതിയിൽ എനിക്ക് പോകാൻ കഴിയില്ല, ഈ പെൺകുട്ടിയെ അവരുടെ കുടുംബക്കാരോടൊപ്പം മാത്രമാണ് 2 തവണ നേരിട്ട് കണ്ടത്, അതിനുശേഷം ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ല, ഈ ബന്ധത്തിൽ നിന്ന് ഞാൻ മാറിയതാണ്, ഞാനൊരു വിവാഹ ബന്ധത്തിന് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിൽ SP ക്ക് പരാതി നൽകുന്നത്. SP ക്ക് പരാതി നൽകിയ സമയത്ത് പിന്നീടാണ് മനസ്സിലാവുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ഇയാൾക്ക് നേരെ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു 15 ലക്ഷം രൂപ നൽകില്ല എന്ന് ഉറപ്പായതിനു ശേഷമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ പ്രവാസി മലയാളിക്കെതിരെ ഈ കേസെടുത്ത് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ഇപ്പോഴെന്തായാലും SP ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഈ കേസിന്റെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ കാസർഗോഡ് സ്പെഷ്യൽ വനിതാ CIക്ക് ഈ ചുമതല നൽകി, കേസിന്റെ ചുമതല നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ ഈ ഹോസ്ദുർഗ് SIക്കെതിരെ ഈ മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റുള്ള കർശനമായ നടപടികൾ